ുള്ള സഹോദരങ്ങളെ, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഈ വിഷയം എടുക്കണം. നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂന്ന് കൂട്ടരെ കടാശിക്കുകയില്ല. സലാസത്തുൻ മൂന്ന് കൂട്ടർ. ലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യുസക്കീഹിം വലാ യുതഹിറുഹും ഇബാദും മിനൽ ഇബാദ്. അല്ലാഹുവിന്റെ ദാസന്മാരിൽ ചില ദാസന്മാരുണ്ടത്രേ. ലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യുസക്കീഹിം വലാ യുതഹിറുഹും. അവരോട് അല്ലാഹു നാളെ ആഖിറത്തിൽ സംസാരിക്കുകയില്ല. അല്ലാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കുകയില്ല. അല്ലാഹു അവരെ കടാശിക്കുക പോലുമില്ല. അവർ നരകകുണ്ടാരത്തിലാണ്. ഒന്നാമത് അൽ മുതബർരിഉ മിൻ വാലിദൈഹി റഗ്ബതൻ അൻഹുമാ. മാതാപിതാക്കളെ ഇഷ്ടമില്ലാതെ അവരിൽ നിന്ന് ഒഴിഞ്ഞുപോയി താമസിക്കുന്നവരെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവരെ കടാശിക്കുകയേ ഇല്ല. മാതാപിതാക്കളുടെ കൂടെ കഴിഞ്ഞിട്ട് കെട്ടിയോളെ കിട്ടിയപ്പോൾ കെട്ടിയോളുടെ വീട്ടിൽ പോയി അവിടെ സ്ഥലം പുറം വാങ്ങിയിട്ട് ജാഗ വാങ്ങിയിട്ട് അവിടെ വീടും വെച്ചിട്ട് ഓടെ കൂടെ തന്നെ അവിടെ താമസിക്കുക. ഓടെ കൂടെ തന്നെ അവിടെ താമസിച്ചോ. ഇവിടെ വാപ്പ ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ ഇപ്പം പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ട് അവർ കഴിയാണ്. ഓൻ വല്ലപ്പോഴും അതിലൂടെ ഒക്കെ പോകുമ്പോൾ 2 റുപ്യയുടെ സമൂസ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് ഒരു 50 റുപ്യയും കൊടുത്തിട്ട് വേണം. ഡോക്ടർ ഫീസ് 250 റുപ്യയാ. 50 റുപ്യക്ക് 10 പാരസെറ്റാമോൾ പോലും കിട്ടൂല. എക്സ്പയർ ആയ പാരസെറ്റാമോൾ കിട്ടും. അത് തന്നെ കഴിച്ചോട്ടെ. ഉമ്മ പെട്ടെന്ന് എക്സ്പയർ ആയി കിട്ടിയ അത്രയും നല്ലതല്ലേ? അതല്ലേ സംഭവം. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനം പൂഴ്ത്തി വെക്കും, എന്നിട്ട് പുതിയ സാധനം കൊണ്ടുവരും. എക്സ്പയർ ഡേറ്റ് നോക്കൂല. നോക്കിയിട്ട് എക്സ്പയർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എക്സ്പയർ ആയ വയസ്സനായ വാപ്പാക്കും വയസ്സായ ഉമ്മാക്കും സ്പ്രേ നല്ലതടിച്ചോ പാവോ അവർക്കും എല്ലാം അറിയോ. അവരിങ്ങനെ ശൂശം നടിക്കും, പിന്നെ ചൊറിഞ്ഞിരിക്കും. അവർ സാധനം എക്സ്പയർ ആയിട്ട്. മനസ്സിലാക്കണം, മാതാപിതാക്കളെ പരിഗണിക്കാത്തതിൻ്റെ പേരിൽ നാളെ അള്ളാഹ് സംസാരിക്കാത്ത 3 കൂട്ടർ. വാപ്പായെയും ഉമ്മായെയും ഇഷ്ടമില്ലാതെ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി താമസിക്കുന്നവർ. അല്ലാഹു അത്ര വലിയ തെറ്റാണ്. അൽ മുതബർരിഉ റഗ്ബതൻ അൻഹാ. അവരിൽ നിന്ന് ഇഷ്ടമില്ലാതെ ഒഴിഞ്ഞു പോകുന്നവർ. ഒഴിഞ്ഞു പോകരുതേ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മാതാപിതാക്കളെ ഇഷ്ടപ്പെടാൻ അവരെ സ്വീകരിക്കാൻ തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലനൗമുക അലാ സരീറതി അബീക വ ഉമ്മിക വതുൽഹികുഹുമാ കജിഹാദിൻ ഫീ സബീലില്ലാഹ് കമാ ഖാല റസൂലുള്ളാഹി. നിന്റെ ഉമ്മയോടോ ഉപ്പയോടോ ഒപ്പം നീ കട്ടിലിൽ കിടന്ന് ഉറങ്ങലോ ഇരിക്കലോ, അങ്ങനെ ഇരുന്നു കൊണ്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കലോ അവരെ ഒന്ന് ചിരിപ്പിക്കലോ അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തവനെ പോലെയാണ്. വാപ്പാന്റെ ഉമ്മാന്റെ ആ കസേരയിൽ വാപ്പാന്റെ ഉമ്മാന്റെ കട്ടിലിൽ പോയിട്ടൊന്ന് ഇരുന്നിട്ട് അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ അവരുടെ നെറ്റിയിൽ ഒന്ന് ചുംബിക്കുകയോ അവർക്ക് ഒന്ന് സന്തോഷ വർത്തമാനം പറയുകയോ ചെയ്യൽ അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത കൂലി. മറ്റൊരു ഹദീസിൽ കാണാം, ഉമ്മാന്റെ 2 കണ്ണിന്റെ ഇടയിൽ ആരൊരാൾ ചുംബിച്ചുവോ കാനലഹു സിത്റൻ മിനന്നാർ വഹിജാബൻ മിനന്നാർ. മാതാവിന്റെ 2 കണ്ണിന്റെ ഇടയിൽ ആ നെറ്റിത്തടത്തിൽ ചുംബിച്ച മകനെ നാളെ നരകത്തിന്റെ മറയായി ആ ചുംബനം ഓടിയെത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്താ സംഭവം? വയസ്സായ ഉമ്മായെ വയസ്സനായ ഉപ്പായെ ഒന്ന് ചുംബിച്ചോ, ഒന്ന് ചുംബിച്ചോളി. നാളെ സ്വർഗത്ത് ഇതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. നബീന റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിൽ ഒരു ചെറുപ്പക്കാരനായ സഹാബി വന്നിട്ട് പറയുകയാണ്, നബിയേ, എന്റെ ഉമ്മക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല ഹബീബേ. എന്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഞാനല്ലാതെ മറ്റാരുമില്ല നബിയേ. എനിക്കോ അല്ലാഹുവിന്റെ ധർമ്മസമരത്തിൽ പങ്കാളിത്തം വഹിക്കാൻ ആഗ്രഹമുണ്ട് യാ റസൂലല്ലാഹ്. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വിളി കേട്ടപാടെ എന്റെ
ഉമ്മാന്റെ ഖിദ്മത്തുകൾ മാറ്റിവെച്ചുകൊണ്ട് ജിഹാദിലേക്ക് പുറപ്പെട്ടു വന്നിരിക്കുകയാണ്. ഉബായിഉക യാ റസൂലല്ലാഹ്, അവിടുത്തെ കൈക്ക് പിടിച്ച് ഞാൻ ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏ ചെറുപ്പക്കാരാ, ഇൽസം റിജ്ലഹാ ഫസമ്മൽ ജന്ന, മടങ്ങിപ്പോകൂ മടങ്ങിപ്പോകൂ. നിന്റെ ഉമ്മയെ നീ കരയിച്ചതുപോലെ ആ ഉമ്മയെ നീ ചിരിപ്പിക്കോ സഹോദര. ആ ഉമ്മാന്റെ കാൽക്കൽ വീഴൂ. ഫൽസം റിജ്ലൈഹാ, ആ ഉമ്മാന്റെ കാലിൽ പിടിക്കൂ മകനെ. ഫസമ്മൽ ജന്ന, സ്വർഗം നിനക്ക് വാജിബാണ് വാജിബാണ്. പോയി ചിരിപ്പിക്കൂ, അത് മതി. നീ ജിഹാദ് ചെയ്തതിന്റെ കൂലിയാണ്. മടങ്ങിപ്പോ. വാപ്പ ഉമ്മ അങ്ങോട്ട് പോയിക്കൊള്ളാൻ. മാതാപിതാക്കളുടെ പരിസരത്ത് നിന്ന് മാറി താമസിക്കുന്നവൻ. അതേപോലെ മാതാപിതാക്കൾക്ക് മക്കളോട് ചൊടി കാണും. മക്കളോട് അങ്ങനെയും കാണും. അങ്ങനെയുള്ള എല്ലാ മക്കളോടും മാതാപിതാക്കൾക്ക് നീതിയില്ല. അങ്ങനത്തെ മാതാപിതാക്കളുണ്ട്. യഅ്ദിലു ബൈന ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ നീതി കാണിക്കണേ നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി.